പിണറായിയുടെ ആ ചിരിക്ക് പിന്നിൽ. മുഖ്യമന്ത്രിയായ ശേഷം ഏറ്റവും സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും പിണറായി വിജയനെ കണ്ടത് ഇന്നലെയാണ്. എപ്പോൾ? വൈകിട്ട് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ. മാധ്യമപ്രവർത്തകരുടെ പല ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉള്ളു തുറന്ന് ചിരിക്കുകയും വളരെ സരളമായി മറുപടി പറയുകയും ചെയ്തു. ആരോടും ക്ഷോഭിച്ചില്ല. ഇത്രയും പോസിറ്റീവായ ഒരു ബോഡി ലാംഗ്വേജ് പിണറായി വിജയനിൽ ഇതുവരെ കാണുവാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയുവാൻ. പിണറായി വിജയൻ്റെ ആ നിറഞ്ഞ പുഞ്ചിരിക്കും ആത്മവിശ്വാസത്തിനും പിന്നിൽ പ്രധാനമായും രണ്ടു പേരാണ് കാരണക്കാർ. ഒന്ന് PV അൻവർ, രണ്ട് രമേശ് ചെന്നിത്തല. യഥാർത്ഥത്തിൽ രണ്ടാം ടേമോടുകൂടി CM പദവി എന്നല്ല, തൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിച്ചു എന്നാണ് പിണറായി പോലും കരുതിയിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മൂന്നാമതും തുടർഭരണമുണ്ടാകുവാനുള്ള സർവ്വസാധ്യതയും ആ സാധ്യതയുടെ കാരണഭൂതൻ എന്ന നിലയിൽ പിണറായി വിജയനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള സാധ്യതയുമാണ് ഇപ്പോൾ തെളിയുന്നത്. ഇതിനെല്ലാം അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത് ആ രണ്ടു പേരോടാണ്. അവരാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച PV അൻവറും രമേശ് ചെന്നിത്തലയും. രമേശ് ചെന്നിത്തലയോടാണ് പിണറായി വിജയന് ഏറ്റവും കടപ്പാടുണ്ടാകേണ്ടുന്നത്. കാരണം രമേശ് ചെന്നിത്തല എന്നൊരു വ്യക്തിയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ രണ്ടാമതും ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം ഉണ്ടായേനെയും LDF അധികാരത്തിൽ വരികയോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുകയോ ചെയ്യുമായിരുന്നില്ല. കൂടെ നിന്ന് സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ കോർത്തുകൊടുത്ത ചെന്നിത്തലയോട് ആ താല്പര്യം ഇപ്പോഴും സഖാവ് പിണറായി വിജയനുണ്ട്. മൂന്നാമതും പിണറായി വിജയന് ഒരു അവസരം ലഭിച്ചാൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ചെന്നിത്തലയ്ക്കായിരിക്കും എന്ന് പറയുവാൻ കാരണം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന UDFനെ ശിഥിലമാക്കുന്നതിന് അധ്യക്ഷത വഹിക്കുന്നയാളാണ് സാക്ഷാൽ ചെന്നിത്തല. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ മുടിപ്പിച്ച് മുണ്ടങ്കോലെടുപ്പിച്ച് അവിടെ ചടഞ്ഞുകൂടുകയല്ല അദ്ദേഹം ചെയ്തത്. ആ ഫണ്ടുമായി അദ്ദേഹം കേരളത്തിലെത്തി സമാന്തര KPCC പ്രസിഡന്റ് കളി ആരംഭിക്കുകയും പാരലൽ പ്രവർത്തനവും ആരംഭിച്ചു. കുത്തിത്തിരിപ്പും ഗ്രൂപ്പ് കളിയും പുനരാരംഭിച്ചു. അതോടെ UDFിൽ വലിയ പ്രതിസന്ധി, മുഖ്യമന്ത്രി കസേരയ്ക്കായി പോരു തുടങ്ങി എന്നൊരു പൊതുജന വികാരവും ഉണ്ടാക്കിയെടുത്തതിൻ്റെ മുഖ്യ കാരണഭൂതൻ സാക്ഷാൽ ചെന്നിത്തലയും അതിൻ്റെ മുഖ്യ ഗുണഭോക്താവ് സാക്ഷാൽ പിണറായി വിജയനുമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഒരു ട്രെൻഡ് ഉണ്ടാക്കാതെ ഇപ്പോഴേ കസേരയ്ക്ക് കടിപിടി കൂട്ടുന്ന ഈ നാറികളെക്കാൾ എന്തുകൊണ്ടും ഭേദം പിണറായി വിജയനാണ്. അതാകുമ്പോൾ ഒരാളെ മാത്രം സഹിച്ചാൽ മതിയല്ലോ എന്ന രീതിയിൽ പൊതുജന വികാരം രൂപീകരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നനച്ചിരിക്കാത്ത നേരത്ത് തുടർഭരണ സാധ്യതയൊരുക്കി കൊടുത്ത ചെന്നിത്തലയുടെ ഒരു ഫോട്ടോ ആദരസൂചകമായി ഉടൻ AKG സെൻറ്ററിൽ വെക്കും എന്നാണ് അറിവ്. ചിന്നത്തല വീണ്ടും ഇടതുമുന്നണിയുടെ ഐശ്വര്യം എന്ന്. അതുപോലെ മുക്കുറയിട്ട് ചാടുന്ന അൻവറിന് UDF മുതുക് ചായച്ചു കൊടുക്കുന്നതിലും പിണറായിക്ക് അതിയായ സന്തോഷമുണ്ട്. അൻവർ UDFിൽ കയറിയാൽ ബാക്കി കാര്യം അൻവർ നോക്കിക്കൊള്ളും. ഇന്ന് പിണറായി എന്ന ഒരാൾ വിചാരിച്ചാൽ അൻവർ എന്ന ഒറ്റയാനെ നിലംപരിശാക്കാം. പക്ഷേ അൻവറെ എന്തുകൊണ്ടാണ് പിണറായി വളരുവാൻ വിടുന്നത്? കാരണം അൻവർ കളയ്ക്കുന്നതിൻ്റെ ബലം കിട്ടുന്നത് മുഴുവനും പിണറായിക്കാണ്. ഉദാഹരണത്തിന് അൻവർ കത്തിക്കുവാൻ ലക്ഷ്യമിട്ട വന നിയമ ഭേദഗതി കരട് ബിൽ ഇക്കുറി നിയമസഭയിൽ അവതരിപ്പിക്കില്ലെന്ന് തീരുമാനിച്ചതോടെ അൻവറും UDFും ചമ്മി എന്ന് മാത്രമല്ല, ഞങ്ങളുടെ പള്ളിത്തന്തന്മാർ പിണറായിയെ പ്രകീർത്തിച്ചുകൊണ്ടെന്ന് രംഗത്ത് വരികയും ചെയ്തു. അതോടെ ഞങ്ങളുടെ പള്ളിത്തന്തന്മാർ LDFിനെതിരായി എന്ന ആ വൈത്താരിയും അപ്രസക്തമായി. അൻവർ വിളിച്ചു പറഞ്ഞ ഒരു കാര്യങ്ങൾക്ക് പോലും യാതൊരു തെളിവുകളുമില്ല, അടിസ്ഥാനവുമില്ല. എന്നിട്ടും ഒരൊറ്റ ഡിഫമേഷൻ കേസുകൾ പോലും അൻവറിനെതിരെ സർക്കാർ എന്തുകൊണ്ട് കൊടുത്തില്ല? വക്കീൽ നോട്ടീസ് മാത്രം അയച്ചു വിരട്ടിയതല്ലാതെ. അൻവറിനെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ പലരും കൊടുത്തിട്ടുണ്ട്. സർക്കാർ അതിൽ ഒന്നിൽ പോലും മുറുക്കിയിട്ടില്ല, ഇടപെട്ടിട്ടില്ല. എന്തുകൊണ്ട്? കക്കാടംപൊയിൽ ഉൾപ്പെടെ അനധികൃത നിർമ്മാണത്തിനെതിരെ, തടയണ നിർമ്മാണത്തിനെതിരെ സ്റ്റേ മേടിച്ച നടപടിക്കെതിരെ സർക്കാർ എന്തുകൊണ്ട് ഇതുവരെ അനങ്ങിയില്ല? വിവരാവകാശ പ്രവർത്തകൻ ഷാജിയുടെ പരാതിയെ തുടർന്ന് അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നതായി കണ്ടെത്തിയ ആ 6.5 ഏക്കർ ഭൂമി കണ്ടുകെട്ടുവാൻ കോടതി വിധിച്ചതിനെതിരെ അൻവർ സ്റ്റേ കരസ്ഥമാക്കിയിട്ടും സർക്കാർ ഇതുവരെ എന്തുകൊണ്ട് അനങ്ങിയിട്ടില്ല? ക്വാറി വഞ്ചനക്കേസിൽ പ്രതിയായിരുന്നിട്ടും അൻവറിനെതിരെ ഇതുവരെ എന്തുകൊണ്ട് യാതൊരു നടപടിയും എടുത്തില്ല? ADGP അജിത് കുമാറിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിൽ പോലും അൻവറിന് യാതൊരു തെളിവുകളും കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും എന്തുകൊണ്ട് അൻവറിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചില്ല? ITV ന്യൂസ് അടക്കം ഉള്ള മാധ്യമപ്രവർത്തകർക്കെതിരെ നിരവധി കള്ളക്കേസുകൾ എടുത്തിട്ടും വ്യക്തിഹത്യകൾ നടത്തിയിട്ടും അതിനു വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുത്തതല്ലാതെ പിണറായി സർക്കാർ ഇത്രയും ഗുരുതര ആരോപണങ്ങൾ നടത്തിയിട്ടും അൻവറിനെ വളരുവാൻ വിടുന്നത് എന്തുകൊണ്ടാണ്? ആർക്കെതിരെയും എന്തും വിളിച്ചു പറയുന്ന, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന
തന്തയില്ലായ്മ കാണിച്ചിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പിന്നീട് മാപ്പിരക്കുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യാതൊരു തെളിവുകളുമില്ലെങ്കിലും ആർക്കെതിരെയും എന്തും വിളിച്ചു പറയുന്ന PV അൻവർ നിലവിലെ സാഹചര്യത്തിൽ എന്തുകൊണ്ടും UDFന് ഒരു മുതൽക്കൂട്ടാകുമെന്ന് UDFും പിണറായി വിജയനും ഉറച്ചു വിശ്വസിക്കുന്നു. ഗതികെട്ട ഒരു മലയാളിയായ അൻവറിന് അഭയം കൊടുത്തതിലൂടെ ലക്ഷക്കണക്കിന് ബംഗാളികൾക്ക് അഭയം കൊടുത്ത കേരളത്തോട് കാണിച്ച ആദരവാണ് ഇതെന്നാണ് ചെന്നിത്തല അഭിപ്രായപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ കേരയിൽ പദ്ധതി പൊളിക്കുവാൻ കർണാടക മാഫിയകളുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിയ ആളാണ് VD സതീശൻ എന്ന് വിളിച്ചു പറഞ്ഞ ആ PV അൻവറെ എത്രയും പെട്ടെന്ന് UDFിലെടുത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തണം എന്ന് മൂത്ത കോൺഗ്രസ്സുകാർ പറയുന്നത് കേൾക്കുമ്പോൾ പിണറായി എങ്ങനെ ചിരിക്കാതിരിക്കും? അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എങ്ങനെ ഉയരാതിരിക്കും? പറ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.